ഹലോ വെൽക്കം ടു ഓളോയാസ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈദിൻ്റെ പ്രിപ്പറേഷൻസും ഈദിൻ്റെ എല്ലാ കാര്യങ്ങളും പരിപാടിയും കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈദിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ ചിന്ന ചിന്ന കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബീഫ് ബിരിയാണിയും അതുക്കുള്ള സാധനങ്ങളും അതേപോലെ ഫ്രൂട്ട് സലാഡുമാണ് വിചാരിച്ചിരിക്കുന്നത്. സോ ഫ്രൂട്ട് സലാഡിൻ്റെ പ്രിപ്പറേഷൻസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതതിൽ ആഡ് ചെയ്യാം. അതേപോലെ ഇനി ഫുഡിൻ്റെ പരിപാടി ഉണ്ട്. ഫുഡിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ വെക്കണമെന്നാണ്, ഞാൻ വെച്ചാൽ വേറെ ടേസ്റ്റാണ് നോക്കി പറയുന്നത്. അപ്പോൾ ഞാനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കാം, കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അന്തരീക്ഷം ഭയങ്കര സൈലൻ്റാണ് ഗൈസ്. പാപ്പിയും അസ്കറും പള്ളിയിൽ പോയിക്കോളും, ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. അവർ വരുമ്പോഴത്തേന് ഏകദേശം എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം. ആദ്യം വീടൊന്ന് ക്ലീൻ ചെയ്തിടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചൺ കോളേജിൽ കയറണം. എന്നിട്ട് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഫുഡ് അടിക്കണ്ടേ. ഒരുപാട് നേരം സംസാരിച്ചിരുന്ന ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. സോ ഗൈസ്, ഞാൻ കിച്ചണിൽ വന്നപ്പോൾ ആദ്യം കാണുന്നത് ഇതായിരുന്നു. ഫ്രൂട്ട് സലാഡിൻ്റെ ബാറ്ററും കാര്യങ്ങളൊക്കെ അമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെയുള്ള ഫ്രൂട്ട്സും അമ്മ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ പരിപാടി കഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ടേണാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മളെ പരിപാടിക്ക് ഇറക്കാം. സോ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മൾ നെയ്ച്ചോറിൻ്റെ അരിയിടാനുള്ള വെള്ളം അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ടുകൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. ബീഫ് ബിരിയാണിക്കുള്ള ബീഫ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ആദ്യം പണിയൊരുക്കിയിരിക്കണം ഗൈസ്. നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമ്മളൊക്കെ എന്ത് ചെയ്യാം, കുതിർത്ത് വെച്ചിട്ടുള്ള അരി ആഡ് ചെയ്ത് കൊടുക്കാം. അരി ആഡ് ചെയ്ത് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഫൈനലി കാണിച്ചു തരാം. ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത ഘട്ടമായ ഉള്ളിവാട്ടൽ പരിപാടിക്കാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഉള്ളി വാട്ടിയും കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചോറ് ഇവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷൻ. സോ നമ്മൾ ഫുഡ് ബിരിയാണിക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 5-10 മിനിറ്റ് വേവിച്ചെടുക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ. സോ ഏകദേശം നമ്മളെ പരിപാടിയൊക്കെ എൻഡിലേക്ക് പോകുന്നുണ്ട്. സോ കുക്കിംഗ് ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ക്ലീനിങ് ഉമ്മ ഏറ്റെടുത്തു. അപ്പോൾ ഉമ്മ ഉള്ളിൽ റൂം ക്ലീൻ ചെയ്യുന്നതൊക്കെ പരിപാടിയൊക്കെയാണ്. ഞാൻ കിച്ചൺ, എൻ്റെ പരിപാടി തന്നെ കിച്ചൺ ഞാനും ക്ലീൻ ചെയ്യും. സോ ഭയങ്കര ഈച്ചശല്യമാണ് ഗൈസ്. നിങ്ങളവിടെ ഉണ്ടോ ഈച്ചശല്യം? അപ്പോൾ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ദമ്മിടണം. അങ്ങനത്തെ ചിന്ന ചിന്ന പരിപാടികൾ, അതൊക്കെയുള്ള കസ്റ്റാർഡ് സലാഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. സോ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷവും കാര്യങ്ങളൊക്കെ നിങ്ങളും അറിയിക്കുക. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് കാണാം. ഓക്കെ, എല്ലാവരും അറിവിലാണ് തോന്നുന്നത് ഗൈസ്. ഭയങ്കര നിശബ്ദമായ അന്തരീക്ഷം. സോ അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷനായ ബിരിയാണി നമുക്ക് ദമ്മിടൽ പരിപാടിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ദമ്മിടാണ്. ദമ്മിടുന്ന രംഗം നിങ്ങൾ കാണുന്നില്ലേ ഗൈസ്? അടിപൊളിയായിട്ടുണ്ട്. സ്മെല്ലൊക്കെ അടിപൊളിയാണ് ഗൈസ്. തിന്നപ്പോഴും അടിപൊളിയാണ്. എന്തായാലും എനിക്കല്ല ഇഷ്ടമായി. വീട്ടുകാർക്കും എന്താണെന്നറിയില്ല, പ്രൊഫഷണലാണ്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ദമ്മിട്ട് ഫൈനലൈസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഫൈനൽ സെറ്റപ്പിലെത്തിയ മുകളിൽ നമുക്ക് കുറച്ച് ഗരം മസാലയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കുറച്ച് ഉള്ളി വാട്ടിയതൊക്കെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് ലെയേഴ്സും ഇട്ടുകൊടുക്കാം. അങ്ങനെ സെക്കൻഡ് ലെയറിൻ്റെ ഫുഡ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം ഗൈസ്. സോ ഇതാണ് ഗൈസ് നമ്മളെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 20 ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ദമ്മും കാര്യങ്ങളൊക്കെ ഇട്ടു. ഇനി നമുക്ക് സിമ്മിലിട്ട് കാണി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് ഫുഡ് റെഡിയായി കഴിക്കാം ഗൈസ്. അപ്പോൾ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി, ഒക്കെ സെറ്റാണ് ഗൈസ്. നമ്മൾ കിച്ചണും റെഡിയാക്കി, ക്ലീൻ പർപ്പസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സെറ്റാണ്. സോ ഗൈസ്, നമ്മളെ കുക്കിംഗ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഇനി ഫുഡ് അടിക്കണം. അതിന് നമുക്ക് ആദ്യം ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആയിട്ട് ഫുഡ് അടിച്ചിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റാണ്. ഓക്കെ. സോ ഗൈസ്, നമ്മൾ ഫ്രഷായി ഒക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഇതൊന്നല്ല എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്.
സോ ഗായ്സ്, ഇതാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി. ഇത് ബീഫും പിന്നെ പപ്പടം പൊരിച്ചതും തൈരുമാണ്. സോ നമുക്ക് ചോറ് വിളമ്പാം. ഓക്കെ, എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് വരികയല്ലേ. ഹാർഡ് വർക്ക് കഴിഞ്ഞാകുമ്പോൾ മല്ലിക്കെട്ടി വരികയാണ് ഗൈസ്. അപ്പോൾ സോ ഗൈസ്, ഫുഡ് കഴിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. അടുത്ത പരിപാടി എന്ന് പറയുന്നത് മധുരം കഴിക്കാം. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഫ്രൂട്ട് സലാഡാണ്. ഇവിടെ എല്ലാവർക്കും അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സോ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇതാണ് ഐറ്റം ഗൈസ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ ഉണ്ട്. എനിക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ആദ്യം ഇതൊന്ന് കഴിച്ചു വരാം. സോ നമ്മുടെ ഫുഡ് അടി പരിപാടികളൊക്കെ കഴിഞ്ഞു ഗൈസ്. ഇനി അടുത്ത പരിപാടി ഡ്രസ്സ് വേണ്ടിയിട്ട് നമുക്കൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റോർ ഇടാൻ. അങ്ങനെ വലിയ ഫോട്ടോഷൂട്ടൊന്നുമില്ല, ചിന്ന കുട്ടി ഓക്കെ. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സോ നമുക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ ഇതിനങ്ങനെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, കാരണം നമുക്കിപ്പോൾ പരിപാടികളുണ്ട്. അപ്പോൾ അതിന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ്. അപ്പം നമ്മൾ ഈ മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് അപ്പോൾ വിശേഷങ്ങൾ. എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷം? ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നാഫില വരുമോയെന്ന് അറിയില്ല. പിന്നെ എന്തെങ്കിലും നമുക്ക് ഓളെയും കൂടി ഇൻക്ലൂഡ് ആക്കിപ്പിക്കാം. ഓക്കെ, വിവരം കിട്ടിയിട്ടില്ല ഓള് വരുമോ ഇല്ലേ എന്നുള്ളത്. സോ നമുക്കിനി ഒന്ന് റെഡി ആവണം. ഓക്കെ, കൊഞ്ചിലൊക്കെ കാണണം അല്ലേ? കാണണം. സോ ഇതൊക്കെയുള്ളൂ എൻ്റെ ഒരു പെരുന്നാൾ എന്ന് പറയുമ്പോൾ. ചിലപ്പോൾ നാത്തൂൻ്റെ വീട്ടിൽ പോവും, ചിലപ്പോൾ ഇവിടെ ഇട്ടത്തൂർ ഒരു അമ്മായി ഉണ്ട്, അമ്മായിയുടെ വീട്ടിലും പോവും. അറിയില്ല. ഭയങ്കര വെയിലാണ് ഗൈസ്, മഴക്കാലമാണെന്ന് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളാണ്. അപ്പോൾ തന്നെ വയറൊക്കെ ഫുള്ളാണ്. സോ മൂടുണ്ടെങ്കിൽ നമ്മൾ പോവും അമ്മായിയുടെയൊക്കെ വീട്ടിലേക്ക്. നാത്തൂൻ്റെ വീട്ടിലേക്ക് നാത്തൂൻ വിളിച്ചിട്ടുണ്ട്. സോ നമുക്ക് നോക്കി നോക്കാം. ബ്രദറിന് ഒഴിവിനനുസരിച്ചിട്ടേക്കാണ് നമ്മൾ പോവാം. ഈസ് എ ബിസി കാര്യം. നമ്മളാവശ്യത്തിനൊന്നും കിട്ടാറില്ല. അങ്ങനെയല്ല, പെരുന്നാളൊക്കെ അല്ലേ, ചെക്കന്മാരൊക്കെ ചില്ലിങ്ങല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഒഴിവുണ്ടെങ്കിൽ ഇൻഷാല്ലാ പോവുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ നമ്മളിവിടെ വൈകിട്ട് ഗൈസ്. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സെറ്റാക്കണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് മേക്കപ്പ് ഇടണം ഗൈസ്. ചുരുക്കൊക്കെ ഉണ്ട്, എന്നാലും ചുമ്മാ. അപ്പോൾ മേക്കപ്പ് ഇടാതെ തന്നെ നമ്മൾ ചുരുക്കമാണ്. പിന്നെ വെറുതെ അങ്ങോട്ട് തള്ളി വിടുക, ഇതിലൊക്കെ ഇങ്ങനെ ടച്ചപ്പ് ചെയ്യുക, ഇത്രേ ഉള്ളൂ. അപ്പോൾ മേക്കപ്പ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. സോ ഗൈസ്, നമ്മളെ ഒരുങ്ങലും പരിപാടിയൊക്കെ കഴിഞ്ഞു. അത്രേ ഉള്ളൂ എനിക്ക് ഒരുങ്ങാൻ. അപ്പോൾ നമുക്കിനി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. ഓക്കെ, എങ്ങനെയുണ്ട് എന്ന് പറയണം ഗൈസ്. കുറച്ച് പാടുണ്ട്, ശരിയാവും, സെറ്റാക്കും നമ്മൾ. സോ ഗൈസ്, ഭയങ്കര ചൂടാണ് ഗൈസ്. സോ നമുക്കിനി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് അയച്ച് മാറ്റാം. എന്നിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കണം ഗൈസ്. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര ചൂടാണ് ഗൈസ്, അൺസൈക്കബിൾ. നമുക്ക് വേഗം ഫോട്ടോസും കാര്യങ്ങളൊക്കെ സ്റ്റോറി ഇടാനുള്ളതൊക്കെ സെറ്റായാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ടിരിക്കാം. ഓക്കെ, സോ നമുക്ക് കലാപരിപാടികൾ പെട്ടെന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. ഓക്കെ, അൺബെയറബിൾ ഗൈസ്, അൺബെയറബിൾ.
സോ നമ്മളെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഫുഡ് അടിയും കഴിഞ്ഞു. ഇനി മെയിൻ പരിപാടി പറഞ്ഞാൽ റെസ്റ്റിംഗ് ടൈം, സ്ലീപ്പിംഗ്. അപ്പോൾ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. അതിൻ്റെ അടുത്ത് എന്തെങ്കിലും പരിപാടീസ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാം. ഞങ്ങളൊരു ഇത് എന്ന് പറഞ്ഞാൽ കുട്ടി ഇത്രേ ഉള്ളൂ, ചിന്ന വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ. മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ നോക്കാം. നമുക്ക് കണ്ടൻറ്റിൻ്റെ കുറച്ച് കഷ്ടപ്പാടുണ്ട്. സോ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, ബൈ.